കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് എന്തായിരുന്നു കേട്ടത്? 75-ലെത്തുന്ന നരേന്ദ്രമോദി മാറുന്നു, പുതിയ ആൾ വരുന്നു, RSS പുതിയ തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നൊക്കെ വാതോരാതെ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ആയിരുന്നല്ലോ സമൂഹ മാധ്യമങ്ങളും പൊതുകവലകളിലും ഒക്കെ തന്നെ. ഒടുവിൽ എന്തായി? 75 പിന്നിട്ടില്ലേ? നരേന്ദ്രമോദി പിന്നെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കകത്ത് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തേക്ക് നരേന്ദ്രമോദി വളരുന്നു. അതാണ് പലരിലും അസഹിഷ്ണുത ഉണ്ടാക്കിയത്. അരവിന്ദ് കെജ്രിവാൾ കുറച്ചു കാലം ജയിലിൽ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ചോദിച്ച ഒരു കാര്യം, 75-ലെത്തുമ്പോൾ വിരമിക്കുമല്ലോ നരേന്ദ്രമോദി എന്ന്. ഇവരുടെയൊക്കെ ഏക എതിരാളി എന്ന് പറയുന്നത് നരേന്ദ്രമോദി മാത്രമാണ്. നരേന്ദ്രമോദി 75-ൽ വിരമിക്കുമോ അതോ തുടരുമോ, എന്ത് വേണം എന്നുള്ള കാര്യം അത് അരവിന്ദ് കെജ്രിവാളിനോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ മമതാ ബാനർജിക്കോ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. പിണറായി വിജയന് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള ഭൂരിപക്ഷം കിട്ടുമെങ്കിൽ പിണറായി വിജയനാണോ മുഖ്യമന്ത്രി എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നത് അത് KPCC ആസ്ഥാനത്തോ BJPയുടെ മാരാർജി ഭവനിലോ അല്ല, അത് AKG സെന്ററിൽ നിന്ന് തീർച്ചപ്പെടുത്തും. അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. എന്തായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് 75-ലെത്തുമ്പോൾ നരേന്ദ്രമോദി ഇറങ്ങിക്കാണാനായിട്ട് കൊതിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആ നരേന്ദ്രമോദി ഇതാ രാജ്യത്തിന് പുറത്തേക്ക്, ലോകത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വടവൃക്ഷമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവർക്കൊക്കെ തന്നെ അസഹിഷ്ണുത ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആ പയ്യന് രാജ്യത്തിന് പുറത്തു പോയിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ എതിർക്കുന്ന ഛിദ്രശക്തികളുമായി ചേർന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ തിരിയുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത്. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് രംഗപ്രവേശം ചെയ്ത നരേന്ദ്രമോദി ഇത്രത്തോളം വളർന്നു പന്തലിക്കുമെന്ന് ആരും കരുതിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. കേശുഭായ് പട്ടേലിനെ മാറ്റിക്കൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളും ശകാര വർഷങ്ങളും ഒക്കെ തന്നെയാണ് ചൊരിഞ്ഞത്. അതിൽ നിന്ന് മുക്തനാകാൻ അദ്ദേഹത്തിന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അമേരിക്ക അദ്ദേഹത്തിന് അങ്ങോട്ടേക്ക് പ്രവേശ അനുമതി പോലും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വരവിനു വേണ്ടി കാത്തിരിക്കുകയാണ് അമേരിക്ക പോലുള്ള ഒരു വൻകിട രാഷ്ട്രം. ഒന്ന് ആലോചിക്കണേ, ആരെങ്കിലും കരുതിയോ ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ഒരു വളർച്ച ഉണ്ടാകുമെന്ന്? 2014 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറുന്നു. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയിൽ തുടങ്ങി 2014 വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി ഒരു വികാസ് പുരുഷനായി മാറുകയാണ്, ഒരു ഇതിഹാസമായി തീരുകയാണ്. വ്യവസായികളുടെയും മൂലധന നിക്ഷേപകരുടെയും ഒക്കെ വലിയ പിന്തുണ തന്നെ നരേന്ദ്രമോദിക്ക് കിട്ടിയെന്നുള്ളതാണ്. 2014 ഒരു തുടക്കത്തിൽ തന്നെ, പ്രത്യേകിച്ച് അതിനു മുമ്പ് UPA സർക്കാരിന് എതിരെ അതിശക്തമായ ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള അഴിമതികളിൽ പെട്ട് മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന UPA സർക്കാരിനെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കണം എന്ന് ആഗ്രഹിച്ചു ജനങ്ങൾ. ഇന്ത്യയിലെ 150 കോടി ജനങ്ങളും ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അതാണ് 2014 പ്രാവർത്തികമായത്. 2014 നിന്ന് തുടങ്ങി ആ പ്രയാണം 14, 19 പിന്നെ 24 വന്നു. അത് രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുക മാത്രമല്ല ചെയ്തത്, പല സംസ്ഥാനങ്ങളിലേക്കും കോൺഗ്രസിനെ കടപുഴകിയെറിയാനും അതുപോലെ തന്നെ അവിടേക്ക് BJPക്ക് വലിയൊരു ആധിപത്യം സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും കുറേയേറെ നോക്കിയതാണ് പലരും. നരേന്ദ്രമോദിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാം, 75-ലെത്തുമ്പോൾ നരേന്ദ്രമോദി മാറിക്കഴിഞ്ഞാൽ പിന്നെ BJP തീർന്നു എന്ന് ചിലരൊക്കെ കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ എത്രാമത്തെ വയസ്സിൽ ഏത് തവണ മാറ്റണം എന്നുള്ളതൊക്കെ RSSും കൂടെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്.
RSS എന്ന് പറയുന്നത് BJPയുടെ ഒരു വലിയ ബ്രെയിനാണ്. അത് ഇതിനകത്ത് ഇവര് RSSന്റെ ഒരു രാഷ്ട്രീയവൽകൃത രൂപമാണ് BJP എന്ന് പറയുന്നത്. അപ്പോൾ BJP ഏത് തരത്തിൽ മുമ്പോട്ട് BJPയെ തിരുത്താനുള്ള ശക്തിയുണ്ട് RSSന്. നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അങ്ങനെയുള്ള RSS തീർച്ചപ്പെടുത്തിയിട്ടുണ്ട് നരേന്ദ്രമോദി എന്നുവരെ അധികാരത്തിൽ തുടരണം എന്നുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ RSSനെ സംബന്ധിച്ചിടത്തോളവും അവരൊരു 25 വർഷത്തിന് അപ്പുറം വരെയുള്ള കാര്യങ്ങൾ പോലും ഇപ്പോഴേ കൃത്യമായി പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിനൊരു വിഷൻ ഉണ്ടായത് എന്നു മുതലാണ്? നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമല്ലേ? അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഒരു വിഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. അതാണ് ഇന്ത്യക്ക് ഉണ്ടാക്കിയ നേട്ടം. ലോകത്ത് എവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വേണ്ടി ലോകം കാത്തിരിക്കും. റഷ്യ ഉക്രൈൻ വാർ നടന്ന സമയത്ത് ഇസ്രയേലും ഗാസയും തമ്മിലുള്ള പ്രശ്നം, ട്രംപിന് നിരസിക്കേണ്ടിടത്ത് നിരസിക്കാനും കൊള്ളേണ്ടിടത്ത് കൊള്ളാനും തയ്യാറായി എന്നുള്ളതാണ്. ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും നരേന്ദ്രമോദി കടന്നു ചെല്ലുന്നുണ്ട്. എത്രയോ ഇടങ്ങളിലേക്കാണ് ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുടെ വരവിനായി കാത്തിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു വളർച്ച ഉണ്ടാകുമ്പോൾ രാജ്യം ഇന്ത്യക്ക് പുറത്തേക്ക് വളർന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു അസഹിഷ്ണുതയുണ്ടായി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില ഛിദ്രശക്തികൾ ഭീകരാക്രമണം പോലും നടത്തുന്നത്. പഹൽഗാമിൽ നടന്നത് ഇതൊക്കെ നരേന്ദ്രമോദിക്ക് നേരെ തന്നെയാണ്. ഡൽഹിയിൽ നടന്നത് മോദിയെ തന്നെ ഉന്നം വെച്ചുകൊണ്ടായിരുന്നു അവർ മുമ്പോട്ട് നീങ്ങിയത്. ഇടയ്ക്ക് എവിടെയോ പാളിച്ച സംഭവിച്ചു. ലോകരാഷ്ട്രങ്ങളിൽ നരേന്ദ്രമോദി ചർച്ച ചെയ്യപ്പെടുന്നു. നരേന്ദ്രമോദി ഭീകരതയ്ക്കെതിരെ സംസാരിക്കുന്നു. ലോകത്ത് എവിടെ പോയാലും മോദി ആദ്യം പറയുന്നത് ഭീകരതയ്ക്കെതിരെ ഒന്നിക്കണം. പാകിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും നമ്പർ 1 ഭീകരതയുടെ കേന്ദ്രം, ഉറവിടം എന്ന് ലോകത്തെ മുഴുവൻ ധരിപ്പിച്ചു. അതും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറും കാര്യങ്ങളും ഒക്കെയായിട്ട് തെളിവുകൾ സഹിതമാണ് ലോകത്തെ ധരിപ്പിച്ചിട്ടുള്ളത്. മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഭീകരാക്രമണം ഉണ്ടാകുന്ന സമയത്ത് തെളിവ് എവിടെ എന്നുള്ള ചോദ്യങ്ങൾ വരുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി, തെളിവുകൾ കൃത്യമായി കൊടുത്തു. ലോകത്തെവിടെ ഭീകരാക്രമണം നടന്നാലും അവിടെയെല്ലാം പാകിസ്ഥാന്റെ ഒരു കയ്യൊപ്പ് അവർ കൃത്യമായി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മോദിയുടെ ഈ അതിശക്തമായിട്ടുള്ള എതിർപ്പ് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എതിർക്കാവുന്നത്ര എതിർത്ത് നോക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദി രാജ്യത്ത് മാത്രമല്ല നിൽക്കുന്നത്, വളർന്ന് പന്തലിച്ച് ഇന്ത്യ വിട്ടും പുറത്തേക്ക് കൂടി ഇന്ത്യക്കും അപ്പുറത്തേക്ക് വ്യാപിച്ച് നിൽക്കുകയാണ്. അതിനെ തളർത്താൻ കഴിയില്ല.